നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡിംഗ് ആണ് നമുക്കിപ്പോൾ കിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇനീഷ്യൽ പിക്കപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ 100-350 നിങ്ങൾക്ക് ആ ഒരു കളർ കോമ്പിനേഷൻ കണ്ടിട്ടാവും. പുതിയ കളറാണ്, ഡാപ്പർ ഗ്രീൻ. അതുപോലെ തന്നെയാണ് എൻ്റെ ഷർട്ടും എൻ്റെ വാച്ചും എല്ലാം ഗ്രീനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വാഹനത്തെക്കുറിച്ചാണ്. ആക്ച്വലി നമ്മളിവിടെ ലൊക്കേഷൻ വരുന്നത് ആസാസിൻ്റെ മുമ്പിലാണ്. അതായത് നമ്മളെ തുറക്കൽ ബൈപ്പാസ് തന്നെയാണ് നമ്മുടെ ഈ ഷോറൂം ഉള്ളത്. ഇവിടെ ഒരുപാട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് കണ്ടുവരാം. മോട്ടോ പ്രേമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇതാണ് നമ്മളെ വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. ജെ സീരീസ് പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരുന്നത്. ഇപ്പോൾ റോയൽ എൻഫീൽഡിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സെയിൽസുള്ള രണ്ടാമത്തെ ഒരു വാഹനമാണ് ഇപ്പോൾ 100-350. ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്കൊക്കെ ഈ ഒരു വാഹനം യൂസ് ചെയ്യുക. കാരണം 790 mm ആണ് നമ്മുടെ സീറ്റായിട്ട് വരുന്നത്. അത് നമ്മൾ ഫ്രണ്ട് കുറച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ക്ലാസിക് ടച്ചിൽ അവരുടെ ഒരു ഹെഡ്ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു ആറിയുടെ ലോഗോ ഉണ്ട്. ഹാലജൻ ബൾബാണ്. അതുപോലെ ഇൻഡിക്കേറ്റേഴ്സും ഹാലജനാണ്. അത് നമുക്ക് ഹസാർഡ് വാർണിങ്ങിൻ്റെ ഒക്കെ അവിടെ ഉണ്ട്. ഇനി ഫ്രണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 17 ഇഞ്ച് വീൽസാണ് വരുന്നത്. 110/70 ആണ് ഈ ഒരു വീൽ സൈസ് വരുന്നത്. അതായത് ഡുവൽ ചാനൽ ABS ആണ്. അതുകൊണ്ട് ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. ആൻഡ് ഫ്രണ്ടിലെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് നൽകിയിട്ടുള്ളത്. 41 mm ഫോക്കും വരുന്നുണ്ട്. 130 mm ട്രാവലും വരുന്നുണ്ട്. ആൻഡ് റിയറിലാണെന്നുണ്ടെങ്കിൽ ഒരു ടിൻ ട്യൂബ് എമൽഷൻ ഷോക്ക് സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. അത് 6 വേ അഡ്ജസ്റ്റബിളും കൂടിയാണ്. പിന്നെ ഫ്രണ്ടിൽ 300 mm ഡിസ്ക് വരുന്നുണ്ടെങ്കിൽ റിയറിലത് 270 mm ആണ്. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ലോഗോ ഒരു കിളിപ്പച്ച കളറിൽ കൊടുത്തിട്ടുണ്ട്. റൈഡ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് ഡാപ്പർ ഗ്രീൻ ആണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം 100 രണ്ട് വേരിയൻസ് വരുന്നുണ്ട്. റെട്രോ വേരിയൻറ്റിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ മെട്രോ വേരിയൻറ്റ് വരുന്നുണ്ട്. റെട്രോ സിംഗിൾ ചാനൽ ABS ആണ്. അത് രണ്ട് കളറാണ്. ഫാക്ടറി ബ്ലാക്ക് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വരുന്നത് മെട്രോ 2 ടൈപ്പിലുണ്ട്. ഡാപ്പറും വരുന്നുണ്ട്, അതുപോലെ തന്നെ റബലും വരുന്നുണ്ട്. ഡാപ്പറിൽ നമുക്ക് 4 കളറുണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗ്രീന്, അതുപോലെ തന്നെ ഒരു ഗ്രേ വരുന്നുണ്ട്, പിന്നെ ഒരു ഓറഞ്ചും പിന്നെ ഒരു വൈറ്റും വരുന്നുണ്ട്. റബലിലാണെങ്കിൽ ബ്ലൂ, റെഡ്, ബ്ലാക്ക് ആണ് വരുന്നത്. 30 ലിറ്റേഴ്സ് ആണ് ഈ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ആ ഒരു ജെ സീരീസ് പ്ലാറ്റ്ഫോമിലാണ് നമ്മളത് വരുന്നത്. ടിൻ ടൈൻ ട്യൂബ് സ്പൈൻ ഫ്രെയിമാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രെയിം വരുന്നത്. ഇവിടെ ഒരു 100-350 എന്നുള്ള ഒരു ലോഗോ അവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഫീൽഡിൻ്റെ നമ്മുടെ എൻജിൻ. ഈ എൻജിൻ വരുന്നത് 349 cc ആണ് വരുന്നത്. സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എയർ കൂൾഡ് എൻജിനാണ് ഈ ഒരു വാഹനം. ഇതിൻ്റെ പവർ വരുന്നത് 20.2 HP ആണ് ഈ ഒരു വാഹനത്തിൻ്റെ പവർ വരുന്നത്. അതിൻ്റെ ന്യൂട്രൺ മീറ്റർ 27 ന്യൂട്രൺ മീറ്ററാണ് ടോർക്കും വരുന്നത്. അതിനിവിടെ അത് നമ്മുടെ ഗിയേഴ്സ് ഉള്ളത് 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്.
ഫുഡ് എന്തായാലും ചെറിയൊരു രീതിയിലുള്ളൊരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സാരിക്കാട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി റിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഹാലോജൻ ഇൻഡിക്കേറ്റേഴ്സ് കിട്ടുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു ടൈൽ ലൈറ്റ്സ് നമുക്ക് LED ആണ്. അതിനിവിടെ ചെറിയൊരു റിഫ്ലക്ടർ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് മിറേഴ്സും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. നമ്മളെ ഒരു റോട്ടറി ടൈപ്പാണ് നമ്മുടെ എൻജിൻ കിൽ സ്വിച്ച് വരുന്നത്. ആൻഡ് ഇത് നമ്മുടെ ഹസാർഡ് വാർണിങ്ങിൻ്റെതാണ്. ആൻഡ് ഇവിടെ ഒരു നമ്മളെ ഹെഡ്ലൈറ്റ് ഡിം ആൻഡ് ബ്രൈറ്റ് ആക്കാനുള്ള പാസ് ലൈറ്റ്സ് ആണ്. അതും റോട്ടറി മോഡലാണ്. അതിലും റോയൽ എൻഫീൽഡ് സിൻസ് 1901 എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹോണ്, ഇതാണ് നമ്മുടെ ഹോണ് വരുന്നത്. നമുക്ക് എൻജിൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ സൗണ്ട് എങ്ങനെ നോക്കാം. ഇതാണ് സൗണ്ട് വരുന്നത്. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 160 വരെയാണ് ഇത് പറയുന്നത്. ആക്ച്വലി 120 കിലോമീറ്റേഴ്സാണ് മാക്സിമം സ്പീഡ് വരുന്നത്. പിന്നെ ന്യൂട്ടണ് നമ്മളെ ന്യൂട്രൽ വരുന്നുണ്ട്. ഗിയർ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്യൂൽ വാണിംഗ് എല്ലാ കാര്യങ്ങളുണ്ട്. ഞാനിവിടെ ചെറിയൊരു ഡിജിറ്റൽ മീറ്ററും കൂടി കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ട്രിപ്പ് എഫ് അങ്ങനെ എല്ലാ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇതിൽ നമുക്കെല്ലാം കടല കൺട്രോൾ കൊടുത്ത് കൺട്രോൾ ചെയ്യാം. ഇതെല്ലാം ഇവിടെ മാറ്റാം. ഓടോ, ട്രിപ്പ് എ, ട്രിപ്പ് ബി, ട്രിപ്പ് എഫ് അങ്ങനെ എല്ലാ കാര്യങ്ങളുണ്ട്. പിന്നെ ഗിയർ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ടൈം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഇതിൽ അവൈലബിൾ ആണ്. ആ 790 mm ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഹൈറ്റ് വരുന്നത്. 150 mm നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നുണ്ട്. ഇനി റിയറിലെ ടയർ പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 140/70 ഇഞ്ച് വീൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അതിലൊക്കെ ആ ചെറിയൊരു സ്റ്റിക്കേഴ്സ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡാപ്പർ ഗ്രീനാണ് നമ്മുടെ ഈ ഒരു കളറ്. അതിന് ഈ ഒരു വാഹനം നമ്മൾ ഒരുപാട് കുറച്ച് നേരം റൈഡ് ചെയ്തു. നല്ല കംഫർട്ടബിളാണ്. അതുപോലെ തന്നെ ആ ഒരു ഒട്ടും ചോർന്ന് പോകാതെ തന്നെ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ സിംഗിൾ സീറ്റാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അത് നല്ല കംഫർട്ടബിൾ സീറ്റ്സാണ്. പില്ലനാണെങ്കിലും റൈഡേഴ്സിന് നല്ല കംഫർട്ടബിളാണ്. നല്ലൊരു ഗ്രാബ് ഹാൻഡിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതും ഓക്കെയാണ്. റൈഡിങ് കംഫർട്ട് നല്ല സുഖമുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ഞാൻ ജസ്റ്റ് ഓടിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഒരു പവറും എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമായി. മനസ്സിൽ ആ ഒരു ലുക്സ്, നമ്മുടെ അലവീൽസിലെ ആ ഒരു സ്പോക്കുകളൊക്കെ കാണാൻ തന്നെ ഭയങ്കര ലുക്കുണ്ട്. അതുപോലെ റിഫ്ലക്റ്റേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ദിസ് വെഹിക്കിൾ റിയലി ലുക്സ് നൈസ്. ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്കൊക്കെ ഈസിലി നല്ല കംഫർട്ടബിളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു വാഹനം എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡിങ്ങാണ് നമുക്കിപ്പോൾ കിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇനീഷ്യൽ പിക്കപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. ആക്ച്വലി ഇതൊരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ. ആൻഡ് ഇറ്റ്സ് റിയലി നൈസ്. ഒരു 350 cc നമുക്ക് കിട്ടാവുന്ന പക്ഷേ ഏറ്റവും നല്ലൊരിതാണ് ഈ ഒരു വാഹനം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്കൊക്കെ കൂളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഈ ഒരു സീറ്റിംഗ് പൊസിഷനാണ്. ഇറ്റ്സ് റിയലി നൈസ്. നല്ലൊരു ഡ്രൈവിങ് നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വാഹനത്തിൽ നമ്മൾ പറയുന്ന മൈലേജ് ഏകദേശം 36.2 കിലോമീറ്ററാണ് ഈ ഒരു വാഹനത്തിൽ നമ്മൾ പറയുന്ന മൈലേജ്. അതുകൊണ്ട് തന്നെ 13 ലിറ്ററിൽ ഏകദേശം 400 കിലോമീറ്റേഴ്സ് പ്ലസ് നമുക്ക് തീർച്ചയായിട്ടും പോകാം.
വിലയെക്കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ 1,84,000 രൂപയാണ് നമ്മുടെ മെട്രോ വേരിയൻ്റ് വരുന്നത്. ഇനി മെട്രോ വേരിയൻറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2,07,000 രൂപ വരുന്നുണ്ട് ടാപ്പർ മോഡലിൽ. ഈ റബ്ബറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2,13 നമുക്ക് നമ്മുടെ വാഹനം തന്നിട്ടത് നമ്മുടെ റോയൽ ഫീൽഡിൻ്റെ ABC മോട്ടോഴ്സാണ് നമ്മുടെ മഞ്ചേരി തുറക്കലുള്ളത്. അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവനെ വിളിക്കാം. ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 100-350യുടെ ഒരു ചെറിയ വിശേഷങ്ങളുള്ളത്. ടാപ്പർ ഗ്രേഡ് നമ്മൾ പറഞ്ഞ റബൽ ബ്ലൂ ആണ് ഈ കാണുന്നത്. പിന്നെ വൈറ്റ് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഒരുപാട് വാഹനങ്ങളുടെയും ഒരുപാട് യാത്രകളുടെയും എല്ലാത്തിനൊരു വീഡിയോസ് നമ്മൾ തീർച്ചയായിട്ടും വരുന്നതാണ്. കാരണം മഞ്ചേരി ഓട്ടോമൊബൈൽ സീരീസ് എന്നുള്ള നമ്മുടെ മഞ്ചേരിയുടെ എല്ലാ ഓട്ടോമൊബൈൽ മേഖലകളിൽ കൂട്ടിച്ചേർത്തുകൊണ്ടൊരു സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അണ്ടിൽ വി മീറ്റ് അഗൈൻ. ബൈ ബൈ.